വലിച്ചു നീട്ടിയ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന 5 സ്റ്റഡി ടിപ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്പർ 1, സെറ്റ് ക്ലിയർ ഗോൾസ്. നമ്മളൊരു സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക എന്ന രീതിയിൽ പോയിട്ട് പഠിക്കുന്ന ശീലം ഇന്നത്തോടെ നിർത്തുക. എന്നിട്ട് ഓരോ സ്റ്റഡി സെഷന് മുമ്പും എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ഏത് സബ്ജക്റ്റ് ആണ്, ഏത് ചാപ്റ്റർ ആണ്, അതിൽ ഏത് പോർഷൻ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. നാളെ കാലത്ത് മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കും എന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് പഠിക്കണം, ഏത് പഠിക്കണം എന്നത് തീരുമാനിച്ച് ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്നത് പോലെ ഒരു പേപ്പർ എടുത്ത് അങ്ങ് എഴുതുക. എന്നിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ടിക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം എപ്പോൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക. പതിയെ പതിയെ ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ സ്റ്റഡീസിൽ കൊണ്ടുവരാം. നമ്പർ 2, സ്റ്റേ ഓർഗനൈസ്ഡ്. എപ്പോഴും നമ്മുടെ സ്റ്റഡി ഏരിയ നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അതാത് സ്ഥാനത്ത് വെച്ച് നീറ്റായി തന്നെ കീപ്പ് ചെയ്യുക. നമ്പർ 3, ടീച്ച് അതേഴ്സ്. നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമല്ല ഗുണം, നിങ്ങളും ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവുന്നുണ്ട്. ആൻഡ് എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് അനലൈസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. നമ്പർ 4, യൂട്ടിലൈസ് ഡിഫറെന്റ് റിസോഴ്സസ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് ടെക്സ്റ്റ് ബുക്സ് ആവാം, ഗൈഡ്സ് ആവാം, യൂട്യൂബിലെ വീഡിയോസ് ആവാം, ഗൂഗിളിൽ നിന്നും കിട്ടുന്ന റിസർച്ച് ആർട്ടിക്കിൾസ് ആവാം. സോ ഇതൊക്കെയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു അത്രത്തോളം ഗുണവും നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ 5, റിവ്യൂ റെഗുലർലി. റിവിഷൻ ചെയ്യുക എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാനതൊരു പോയിന്റ് ആയിട്ട് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ റിവിഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സോ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് വെച്ച് റിവിഷൻ നടത്തുക. ഇങ്ങനെ റിവിഷൻ നടത്തുന്നതിൽ ഒരുപാട് പേര് മടി കാണിക്കുന്നുണ്ട്. ആ മടി കാരണമാണ് പഠിച്ചതൊക്കെ മറക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ചെറിയ ഒരു എഫേർട്ട് എടുത്ത് റിവിഷൻ കൂടെ ചെയ്യാൻ തയ്യാറാവുക. എങ്കിലേ നമ്മൾ പഠിച്ചതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ.